നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 3 ബുധനാഴ്ചയാണ്. ഇന്നലെ ക്ലോസ് ചെയ്ത മാർക്കറ്റിലേക്ക് വന്നാൽ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളെല്ലാം നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 0.18% ഇടിഞ്ഞു. കൂടുതൽ നഷ്ടമുണ്ടാക്കിയത് നിഫ്റ്റി ബാങ്ക് ആയിരുന്നു, 0.6% ഇടിഞ്ഞു. മിഡ് ക്യാപ്പ് മാത്രമാണ് സ്വല്പം ഒന്ന് പിടിച്ചു നിന്നത്, പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ആദ്യ മണിക്കൂറുകളിൽ നല്ല നേട്ടമുണ്ടാക്കിയ നിഫ്റ്റി പിന്നീട് അവസാന മണിക്കൂറുകളിലാണ് ഇടിഞ്ഞത്. ഇനി ഇന്നത്തെ ഏറ്റവും ടോപ്പായിട്ടുള്ള കുറച്ച് വാർത്തകൾ നോക്കുകയാണെങ്കിൽ, GST കൗൺസിൽ മീറ്റ് ഇന്നും നാളെയുമായിട്ടാണ് നടക്കുന്നത്. അവശ്യ സാധനങ്ങളുടെ വില കുറയും, കൽക്കരി, ആഡംബര വസ്തുക്കൾ എന്നിവയുടെ വില കൂടും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. GST കൗൺസിലിന്റെ തീരുമാനങ്ങൾ വിപണിയെ സ്വാധീനിക്കുക തന്നെ ചെയ്യും. ഇന്നലത്തെ മറ്റ് കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണെങ്കിൽ, വിപണിയിലെ കൃത്രിമത്വം തടയുന്നതിനായി ഇക്വിറ്റി സൂചികകളിലെ ഡെറിവേറ്റീവുകളിലെ ഇൻട്രാഡേ പൊസിഷനുകൾ നിരീക്ഷിക്കുന്നതിന് സെബി പുതിയ ചട്ടക്കൂട് അവതരിപ്പിച്ചു. കൂടാതെ ഉത്സവ ഡിമാൻഡ് പ്രതീക്ഷകൾ കാരണം ഓഗസ്റ്റിൽ തുടർച്ചയായ 2ാം മാസവും ഇരുചക്ര വാഹന വിൽപ്പന ഉയരുകയുണ്ടായി. TVS മോട്ടോഴ്സ്, റോയൽ എൻഫീൽഡ്, ഹീറോ മോട്ടോകോപ്പ് തുടങ്ങിയ കമ്പനികൾക്ക് ഗുണം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക് വരാം. തിങ്കളാഴ്ച US മാർക്കറ്റുകൾക്ക് അവധിയായിരുന്നു. അതിനുശേഷം ഓപ്പൺ ചെയ്ത US മാർക്കറ്റുകളെല്ലാം നെഗറ്റീവിൽ തന്നെയായിരുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ താരിഫുകളിൽ ഭൂരിഭാഗവും നിയമവിരുദ്ധമാണെന്ന് കോടതി വിധിച്ചതിനെ തുടർന്നാണ് നിക്ഷേപകർ ആശങ്കാകുലരായത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ US മാർക്കറ്റുകൾ ഇടിഞ്ഞത്. ഇനി US പ്രധാനമായിട്ടും ഇൻവെസ്റ്റേഴ്സ് കാത്തിരിക്കുന്നത് മന്ത്ലി US പേറോൾ റിപ്പോർട്ടിനായിട്ടാണ്. വെള്ളിയാഴ്ചയാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഇന്നലെ S&P 500ൽ വലിയ ഇടിവ് നേരിട്ട ഒരു സെക്ടർ റിയൽ എസ്റ്റേറ്റ് ആയിരുന്നു. 1.7% ഇടിഞ്ഞു. ഇനി US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ, ഇന്നലെ ഇൻഫോസിസ് 0.42% ഇടിഞ്ഞപ്പോൾ വിപ്രോ ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ക്ലോസ് ചെയ്തത്. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.58% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് 1.78% ഇടിഞ്ഞത്. ഡോക്ടർ റെഡ്ഡി 0.6% ഇടിവിലും ഇന്നലെ ക്ലോസ് ചെയ്തു. ഇനി ഇന്നലെ ക്ലോസ് ചെയ്ത യൂറോപ്യൻ വിപണിയും കനത്ത ഇടിവിൽ തന്നെയായിരുന്നു. സ്റ്റോക്ക് 600 1.47% ഇടിഞ്ഞ് ഓഗസ്റ്റ് 1 ശേഷമുള്ള ഏറ്റവും വലിയ ഇടിവിലേക്ക് പോയി. അതേസമയം ജർമ്മനിയുടെ ഡാക്സ് 2.2% ഇടിഞ്ഞു. യാത്രാ ഓഹരികൾ 3% ഇടിഞ്ഞു. ടെക്നോളജി ഓഹരികൾ 2.7% അവിടെ ഇടിയുകയുണ്ടായി. ഇനി ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ, ബിറ്റ്കോയിൻ $1,11,000 ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ് പ്രൈസിലേക്ക് വന്നാൽ, ഇന്നലെ 1.5% ഒരു വർധനവാണ് സ്പോട്ട് ഗോൾഡിൽ വന്നത്. ഇപ്പോൾ ഓണത്തിനോടൊക്കെ അനുബന്ധിച്ച് ഗോൾഡ് പ്രൈസിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 77,800 രൂപയിലാണ് പവന് ഇന്നലത്തെ സ്വർണ്ണവിലയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക്, യുക്രൈൻ യുദ്ധം, റഷ്യൻ വിതരണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർന്നതോടെ ചൊവ്വാഴ്ച എണ്ണവില ഉയർന്നാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബ്രന്റും WTI ഫ്യൂച്ചേഴ്സും 0.09% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ ടോപ്പ് ഹെഡ്ലൈൻസ് ആണ് നമ്മളിവിടെ പറഞ്ഞു പോയത്. മറ്റുള്ള വാർത്തകളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റ് മുതൽ കൊടുക്കുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ഓണത്തിനോടനുബന്ധിച്ച് 55% ഡിസ്കൗണ്ടോടുകൂടി 3 മാസത്തേക്ക് നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ കഴിയുന്ന ഒരു അവസരം ഇപ്പോഴുണ്ട്. എല്ലാവരും പരമാവധി വിനിയോഗിക്കാൻ ശ്രമിക്കുക. ഇനി നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 150 ലൈക്കുകളാണ്. ഇപ്പോൾ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നും നാളെയുമായിട്ടാണ് GST കൗൺസിൽ മീറ്റ് നടക്കാനിരിക്കുന്നത്. GST കൗൺസിലിലെ ചില പ്രധാനപ്പെട്ട അജണ്ടകളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇത് തീർച്ചയായിട്ടും വിപണിയെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. 0 മുതൽ 5 വരെയുള്ള സ്ലാബിലേക്ക് വരാൻ സാധ്യതയുള്ളത് പനീർ, പരന്താസ്, വെണ്ണ, നെയ്യ്, ചീസ്, ലൈഫ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ്, പാൽ ഉൽപ്പന്നങ്ങൾ, കുടിവെള്ളം, അതായത് 20 ലിറ്റർ കുപ്പികൾ, ഭക്ഷ്യവസ്തുക്കൾ, സൈക്കിളുകൾ, പാത്രങ്ങൾ, നാപ്കിനുകൾ, വ്യക്തിഗത പരിചരണ വസ്തുക്കൾ, ടൂത്ത് പേസ്റ്റ്, ഷാംപൂ, ഹെയർ ഓയിൽ തുടങ്ങിയവയും 18 നിന്ന് 5% വരാൻ സാധ്യതയുള്ളത് പഞ്ചസാര മിഠായി, ചോക്ലേറ്റുകൾ, ബിസ്ക്കറ്റുകൾ, പാസ്ട്രികൾ, കേക്കുകൾ, ഐസ്ക്രീം തുടങ്ങിയവയും 28 നിന്നും 18% വരാൻ സാധ്യതയുള്ളത് ചെറിയ കാറുകൾ, AC-കൾ, ഡിഷ് വാഷറുകൾ, TV സെറ്റുകൾ, സിമന്റ് തുടങ്ങിയവയാണ്. ഇനി വില കൂടാൻ സാധ്യതയുള്ളത് കൽക്കരി, പ്രീമിയം വസ്തുക്കൾ, പാൻ മസാല, സിഗരറ്റുകൾ തുടങ്ങിയവയൊക്കെ ആയിരിക്കും. ഏതായാലും GST കൗൺസിൽ മീറ്റിന് ശേഷമേ നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ കഴിയുകയുള്ളൂ. അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഇനി നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. മറ്റ് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്, JSW സിമെന്റിന്റെ Q1 റിസൾട്ട് ഇന്നലെ പുറത്തു വന്നിരുന്നു. ലോസ് വർദ്ധിച്ചിരിക്കുകയാണ്. 1356.2 കോടി രൂപയിലായിട്ടാണ് ഇപ്പോൾ ലോസ് പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 15.1 കോടി രൂപയായിരുന്നു കമ്പനിയുടെ നഷ്ടമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. റവന്യൂവിൽ 7.8% വർധനവ് രേഖപ്പെടുത്തി 1559.8 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. എബിറ്റയിൽ 61.4% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്.
മറ്റ് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം ടാറ്റ കൺസൾട്ടൻസി സർവീസസ്. ഡെൻമാർക്ക്, സ്വീഡൻ, നോർവേ എന്നിവിടങ്ങളിലെ ഒരു ഇൻഷുറൻസ് കമ്പനിയായ ട്രിഗുമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി കമ്പനി 550 മില്യൺ യൂറോയുടെ ഒരു കരാറിൽ ഒപ്പുവെച്ചു. അടുത്ത വാരി എനർജീസ് എന്ന കമ്പനിയാണ്. കോട്സണിൻ്റെ 64% ഓഹരികൾ 192 കോടി രൂപയ്ക്ക് കമ്പനി വാങ്ങുന്നു. മറ്റൊരു കമ്പനി PNC ഇൻഫ്രാടെക് ആണ്. വാരണാസി വിമാനത്താവള പദ്ധതിക്ക് റൺവേ വിപുലീകരണം നവീകരണം അതിനായി 297 കോടി രൂപ വിലയുള്ള ഏറ്റവും കുറഞ്ഞ ലേലക്കാരായി PNC ഇൻഫ്രാടെക് മാറി. അടുത്തത് അദാനി പവറാണ്. മധ്യപ്രദേശിലെ ധീരൌളി ഖനിയിൽ ഖനനം ആരംഭിക്കാൻ അനുമതി ലഭിച്ചു. മറ്റൊരു വാർത്ത യെസ് ബാങ്കുമായി ബന്ധപ്പെട്ടതാണ്. നിരവധി ഇന്ത്യൻ ബാങ്കുകളിൽ നിന്ന് യെസ് ബാങ്കിലെ 24.99% ഓഹരികൾ വാങ്ങാനുള്ള സുമിറ്റോമോ മിത്സുമായി ബാങ്കിന്റെ പദ്ധതിക്ക് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് അംഗീകാരം ലഭിച്ചു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ പറഞ്ഞു പോയത്. ഇനി സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ബിഗിനേഴ്സിനായിട്ടുള്ള ബേസിക് കോഴ്സിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ കോഴ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ടെക്നിക്കൽ അനാലിസിസ്, ഫണ്ടമെന്റൽ അനാലിസിസ്, ട്രേഡിംഗ് വ്യൂവിനെ കുറിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് ഈ കോഴ്സ് കടന്നു പോകുന്നത്. പെട്ടെന്ന് തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. സീറ്റുകൾ പരിമിതമാണ്. FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIS 1159 കോടി രൂപയ്ക്കാണ് ഇന്നലെ സെല്ല് ചെയ്ത്. DIs ആവട്ടെ 2550 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിലേക്കാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.22% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. സിംഗപ്പൂർ മാർക്കറ്റ് 0.33% ഇടിവിൽ. ഹോങ്കോങ് മാർക്കറ്റ് 0.87% നേട്ടത്തിൽ. തായ്വാൻ മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ്. കോസ്പി മാർക്കറ്റ് 0.23% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 24,622 43 പോയിന്റ്സ് ഇടിഞ്ഞാണ്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 60 മുതൽ 70 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇന്ന് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. 24,579 45 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വരാം. ഇന്നലെ അവസാന മണിക്കൂറിൽ നിഫ്റ്റിയിൽ ആ ഒരു ഫോൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റിന്റെ കൃത്യമായിട്ടുള്ള സാധ്യതകൾ നമുക്ക് അവിടെ കാണാൻ കഴിയുമായിരുന്നു. ഇനി നമ്മൾ വരും ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് 24,756 ആണ് ഇന്നലത്തെ ഹൈ ആയിട്ട് വരുന്നത്. ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നല്ല ഒരു അപ്പ് മൂവ്മെന്റിനുള്ള സാധ്യതകൾ നമുക്ക് കാണാൻ കഴിയും. ഇനി നിഫ്റ്റി ഇപ്പോഴും 20 ഡേ 50 ഡേ EMIകൾക്ക് താഴെയായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് ഒരു സമയത്ത് 20 ഡേ EMI ടച്ച് ചെയ്തെങ്കിലും അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ ഡൗൺ ആവുകയായിരുന്നു. അപ്സൈഡിൽ 24,700 മുതൽ 24,800 വരെയുള്ള സോൺ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നലത്തെ ഹൈ ആയിട്ട് വരുന്നതും ഈ ഒരു സോണിനുള്ളിൽ തന്നെയാണ്. ഡൗൺ സൈഡിൽ ഈ ഒരു സപ്പോർട്ട് സോൺ തന്നെയാണ് ഇനി വളരെ പ്രധാനപ്പെട്ടതായി നമ്മൾ കാണേണ്ടത്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 24,550 സ്ട്രൈക്കിൽ 92% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡും ഏകദേശം ഈക്വലായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. 90% വർധനവ് കാണാം. ഒരു ഷോർട്ട് ബിൽഡപ്പാണത്. അടുത്തതായി 24,500 സ്ട്രൈക്കിൽ 25% ഇടിവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ഒരു ലോങ് അൺവൈൻഡിങ് ആണ് അവിടെയുള്ളത്. കോൾ സൈഡിൽ 25% തന്നെ ഒരു ഇടിവ്, ഒരു ഷോർട്ട് കവറിംഗ് ആണ് നടക്കുന്നത്. 24,600 സ്ട്രൈക്കിൽ പുട്ട് സൈഡിൽ 31% ഇടിവ്, ഒരു ലോങ് അൺവൈൻഡിങ് ഉണ്ട്. കോൾ സൈഡിൽ 293% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. അതായത് 24,500 550 സ്ട്രൈക്കിൽ ഏകദേശം ഈക്വൽ ആയിട്ടാണ് കോൾ സൈഡും പുട്ട് സൈഡും നിൽക്കുന്നതെങ്കിൽ 24,600 സ്ട്രൈക്കിൽ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സാണ് ശക്തിയോടെ നിൽക്കുന്നതെന്നാണ് കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 53,661 341 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയേക്കാൾ കൂടുതൽ സെല്ലിംഗ് പ്രഷർ കണ്ടത് ബാങ്ക് നിഫ്റ്റിയിൽ തന്നെയായിരുന്നു. ഒരു സമയത്ത് 24,161 എന്ന നിലയിൽ എത്തിയതിന് ശേഷം നല്ല ഒരു ഇടിവാണ് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് കണ്ടത്. തിങ്കളാഴ്ച ബാങ്ക് നിഫ്റ്റി വളരെ പ്രധാനപ്പെട്ട ആ ഒരു സപ്പോർട്ട് സോണിൽ എത്തി എന്ന് നമ്മൾ പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇന്നലെ ആ ഒരു സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് താഴെയായിട്ട് ക്ലോസിംഗ് വെച്ചിരിക്കുന്നു. ഡൗൺ സൈഡിൽ 200 EMI ഉള്ളത് 53,578 വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് കൂടിയായിരിക്കും അത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോഴിതാ 55% ഡിസ്കൗണ്ടോടുകൂടി 1,299 രൂപയ്ക്ക് നമ്മുടെ ഓഫർ ഇപ്പോൾ നിലവിലുണ്ട്. ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു ഓഫർ കൂടിയാണിത്. എല്ലാവരും പരമാവധി പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇന്നിവിടെ നമ്മൾ ഷെയർ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്.
എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.